പല ആളുകൾക്കും, എല്ലാവർക്കുമല്ല പല ആളുകൾക്കും പണ്ട് മുതലേ ഈ ചൈനീസ് ടെക് അല്ലെങ്കിൽ ചൈനീസ് ഇന്നോവേഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു വില കുറവാണ്, ഒരു പുച്ഛമാണ്. അതൊരു പക്ഷേ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ചൈനീസ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വല്ല മൊബൈൽ ഫോണോ ലാപ്ടോപ്പൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് കേടായി പോയോണ്ടൊക്കെ ആയിരിക്കാം, അതും ഒരു ഫാക്റ്റാണ്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചൈന എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവന്മാർ സത്യത്തിൽ വളരെ ഇൻ്റലിജൻറ്റും വളരെ ഇന്നോവേറ്റീവും വളരെ ക്രിയേറ്റീവായ ആൾക്കാർ തന്നെയാണ്. കാര്യം ഇവന്മാർ ഒരുപാട് ഉഡായിപ്പ് ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഉഡായിപ്പ് ടെക്കും ഉഡായിപ്പ് ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒത്തിരി ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഇവർ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ DeepSeek AI എന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ചൈന എന്ന് പറയുന്നത് പണ്ട് മുതലേ AI ഫീൽഡിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ചെയ്തു തന്നൊരു രാജ്യം തന്നെയാണ്, അല്ലാതെ അവർ ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ലത്. കമ്പനീസ് ലൈക്ക് ബൈദു, ടെൻസെന്റ്, ആലിബാബ ഇവരൊക്കെ ഒരുപാട് AI അഡ്വാൻസ്ഡ് മോഡൽസ് ചൈനയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. 2020 മാത്രം $60 ബില്യൺ ആണത്രേ ചൈന ഈ AI ഫീൽഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് 2030 ആകുമ്പോഴേക്കും 600 ബില്യൺ വരെ ആകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്.